ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാനും എൻ്റെ യൂട്യൂബ് ചാനൽസും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ അതിനെ വെല്ലുന്ന ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി കാണിക്കുന്ന മറ്റൊരു സംഭവമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് അവരുടെ പെർഫോമൻസ്. പുതിയ സീസൺ ആണോ, പുതിയ കോച്ചസ് ആണോ, ന്യൂ പ്ലേയേഴ്സ് ആണോ, ഫാൻസ് ഗാലറിയിൽ ഉണ്ടോ ഇല്ലേ, ഇതൊന്നും ഓരോ ബാധിക്കണ കാര്യമില്ല. പക്ഷേ ഓരോ മാച്ച് ഡേയിലും ഫാൻസിനെ ഇതുപോലെ ഡിസപ്പോയിന്റ് ചെയ്യിക്കണ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതിൽ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാണ് കൺസിസ്റ്റൻസി. ബാക്കിയുള്ളതൊന്നുമല്ല, ഇതാണ് കൺസിസ്റ്റൻസി. വാവ്, എടാ ഡൽഹിക്കെതിരെയും തോറ്റു 2-0. ആരാ മാച്ചിലെ ഫസ്റ്റ് ഗോൾ അടിച്ചത് ചോദിക്കി. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് പറയാം, നമ്മൾ ഒഴിവാക്കിയ ഐമൻ, നമ്മൾ പ്ലാനിലില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഐമൻ തന്നെ നമുക്കെതിരെ ഗോൾ അടിച്ച്. അതും നമ്മളെ അറ്റാക്ക് അത്രയും ശോചിച്ച് നിൽക്കുന്ന ഒരു സമയത്തിലാണ് ഇത്രയും നല്ലൊരു പ്ലെയർ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മളെ അങ്ങോട്ട് കൊടുത്ത് ഓൻ ഗോൾ അടിച്ച് നമ്മൾ തോൽക്കുന്നുണ്ട്. എന്താ രസം ഇതൊക്കെ കാണുമ്പോ. ഡൽഹിന്റെ കോച്ച് ആരാ, ഡൽഹിന്റെ ഗോൾ കീപ്പർ ആരാ, മാമന്റെ മുത്താരാ, ഫിലിപ്പിന്റെ. ഞാനുള്ളത് പറയാ, ഈ മാച്ചിന്റെ റിസൾട്ട് ആലോചിച്ചിട്ടൊന്നും ഞാൻ അത്ര ഡിസപ്പോയിന്റഡ് ഒന്നും അല്ല. കാരണം എന്റെ ലൈഫ് ഇതിനേക്കാളും ഒക്കെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എനിവേ, ഈ മാച്ചിന്റെ കാര്യത്തിലും കോച്ചിനെ കുറ്റം പറയുന്നതിൽ അർത്ഥമല്ല. ഒന്ന്, ആള് ജസ്റ്റ് വന്നിട്ടുള്ളൂ, ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഒരു മാച്ചിന് ഇറങ്ങാണ്. അപ്പോഴും ഞാൻ ഒരൊറ്റ കാര്യം നമ്മുടെ പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കണുള്ളൂ, എടാ ഒപ്പണന്റ് ടീമിലെ പ്ലേയേഴ്സ് എടുക്കുന്ന അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് തോന്നണം. അത് കാണാത്തുമ്പോഴാണ് നമുക്കൊരു ഒരുമാതിരിപ്പെട്ട ഫീലിങ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, ഡൽഹിന്റെ പ്ലേയേഴ്സ് 90 മിനിറ്റിലും ആ സെയിം 11 വെച്ചിട്ടാണ് അവർ കളിച്ചത്. ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് ഐമൻ അത്രയും ടയർഡായി എന്ന് കണ്ടപ്പോഴാണ് ഐമനെ കയറ്റി വേറൊരു പ്ലെയർ ഇറക്കിയത്. അല്ലാതെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു പ്ലാൻ എന്താണോ അതിലാണ് ഉറച്ചു നിന്നിട്ട് നമ്മളാണ് വെറുപ്പിച്ച് അങ്ങോട്ട് കളിച്ചു. അതിൽ തന്നെ ഓല 2 വിങ് ബാക്സ്, ഒരു ഗോഗോ പിന്നെ ഓഗസ്റ്റിൻ. ഈ ഓഗസ്റ്റിനൊക്കെ 96 മിനിറ്റിലാണ് അമ്മാതിരി ഫുൾ എഫേർട്ട് സ്പ്രിന്റ് ഒക്കെ എടുത്ത് പോയിട്ട് ഗോളിനുള്ള അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളെ പ്ലേയേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രക്കുള്ള ഒരു എഫേർട്ട് ഒരു എടുക്കുന്നു. ഐ മീൻ, മാനേജ്മെന്റിന്റെ റിപ്പോർട്ട്സ് അനുസരിച്ച് നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ 10-25 കിലോമീറ്റർ നിർത്താതെ ഓടാൻ കഴിവുള്ളവരാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ഓടുണ്ടാവും കേട്ടോ, പക്ഷെ ആ ഓട്ടം കൊണ്ടുള്ള ഒരു പോസിറ്റീവ് സാധനം കേട്ടാണ് എത്തുന്നില്ല. ഐമൻ, അസ്ഹർ, നോറ ഈ പ്ലേയേഴ്സിനെ ഒഴിവാക്കിയതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇനിയും പറയണില്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ അറിയായിരുന്നു അത് അത്രക്കും സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എന്നുള്ളത്. മാനേജ്മെന്റ് ഇനിയും എന്തൊക്കെ പറഞ്ഞ് അതിനെ റീസൺ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, എന്ത് എക്സ്ക്യൂസ് ആണ് ഇനി വരാനുള്ളത് എന്ന്. എന്തായാലും ഓരോ കയ്യിൽ നിന്ന് തന്നെ പണി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് റെലഗേറ്റ് ആവാതെ നോക്കുക എന്നുള്ളതാ. മുഹമ്മദൻസ് കൂടെ പണിക്കഴിഞ്ഞാൽ തീർന്നു. കറന്റ് സിറ്റുവേഷനിൽ കുറെ കുറ്റപ്പെടുത്താനും അതാക്കാനും ഇതാക്കാനും എനിക്ക് താല്പര്യമില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് നമ്മുടെ കോച്ചിന് കീഴിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സംഭവങ്ങൾ വരുന്ന മാച്ചസിലായിട്ട് കാണാൻ കഴിയുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു നല്ല കാര്യം, അൽ നസർ ആൻഡ് അണ്ണന്റെ റിട്ടേൺ. ആളുടെ ഇഞ്ചുറി, ഇന്റർനാഷണൽ ബ്രേക്ക്, ഇതിനെല്ലാം ശേഷം ഓൾമോസ്റ്റ് 1 മന്തിന് ശേഷമാണ് ആൾ ഫുട്ബോൾ കളിക്കുന്നത്. ആൻഡ് 2 ഗോൾസ്, രണ്ടും പുസ്കാസ് അവാർഡ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗോൾസ്. മാൻ, ആൾ കരിയറിൽ ഇപ്പോ 967 ഗോൾസ് ഒക്കെ ആയിട്ടുണ്ട്. ബൈ കുറെ ആൾക്കാർ ഈ 6-7 ജോക്സിന് അത്ര എന്താ പറയാ പേഴ്സണലി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടോ. ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക്. ഓക്കെ, കരയേണ്ട ആവശ്യമൊന്നുമില്ല. 2026 ആയി എന്ന് വെച്ചിട്ട് ഇത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ 2067 വരെ നമ്മൾ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യും. എനിവേ, മാനയുടെ ഭാഗത്തുനിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗോൾസ് ഉണ്ടായിരുന്നു. എന്തായാലും അൽ നാസർ ജയിച്ചു, 5-2 ജയിച്ചു. വി ആർ ഹാപ്പി. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നത് എന്താണെന്നറിയോ? അൽ ഹിലാൽ ഡ്രോ പോയിന്റ്സ് അഗെയിൻ. അവര് അൽ ടൗനെതിരെ 2-2 ഡ്രോ. അതുകൊണ്ട് തന്നെ അൽ നാസറിന് ഇപ്പോൾ 5 പോയിന്റിന്റെ ലീഡാണ് ടോപ്പിലുള്ളത്. ആൻഡ് ഏപ്രിൽ 24 വരെയുള്ള ഫിക്ചേഴ്സിൽ നിന്ന് മാക്സിമം ലീഡ് ഇവര് എന്താ പറയാ കൂട്ടിയെടുക്കണം കേട്ടോ. കാരണം അതിനുശേഷമുള്ള 4 ഫിക്ചേഴ്സ് അതാണ് ഈ സീസണിലെ ഏറ്റവും ക്രൂഷ്യൽ മാച്ചസ് ഫോർ അൽ നാസർ. അതിലിവർ നന്നായി കളിച്ചാൽ പിന്നെ കപ്പിന്റെ കാര്യം പറഞ്ഞ് ആർക്കും അണ്ണനെ ട്രോളാൻ കഴിയൂല. ഇൻഷാല്ലാഹ്. ലാ ലീഗയിലെ അത്ലറ്റിക്കോ മദ്രിദ് വേഴ്സസ് ബാർസലോണ, ആ ഒരു റൊമാന്റിറ്റി ഇൻസിഡന്റിന് ശേഷം അനദർ മാച്ച്. ആൻഡ് ബാർസലോണ 2-1 കേട്ടോ ഇവിടെ ജയിച്ചത്. കുറെ അധികം കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ മാച്ച് കണ്ടിട്ടില്ല, ഹൈലൈറ്റ്സും പ്രോപ്പറായി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ബാർസലോണ ലാ ലീഗിന്റെ കാര്യത്തിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലുണ്ട്. കാരണം
റയൽ മാദ്രിദ് മയോർക്കെതിരെ 2-1 തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞഞ്ഞായി എന്ന് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ആഴ്സണലിന്റെ ക്വാഡ്രപ്പിൾ ഡ്രീംസ് ഇപ്പോൾ വീണ്ടും ചുരുങ്ങി ഡബിൾ ഡ്രീമായി മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം കരബോ കപ്പിലെ ഫൈനൽ തോൽവിക്ക് ശേഷം ഇപ്പോൾ FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനലില് 2-1 തോറ്റിട്ടുണ്ട്, അതും സതാംപ്ടനെതിരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആഴ്സണൽ ഫാൻസ് ഡെലൂഷണൽ ഫാൻസ് ആണ്, അതുകൊണ്ടാണ് ഒരു ക്വാഡ്രപ്പിളൊക്കെ എക്സ്പെക്ട് ചെയ്തതെന്ന്. എന്തൊക്കെയാണെങ്കിലും പ്രീമിയർ ലീഗിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് സേഫ് ആയിട്ടിരിക്കുക, അല്ലാതെ ചാമ്പ്യൻസ് ലീഗ് ഒന്നും പ്രതീക്ഷിച്ചിരിക്കണ്ട. അത്രേ ഞാൻ പറയുന്നുള്ളൂ. KBFCയെ പറ്റിയിട്ടും ആഴ്സണലിനെ പറ്റിയിട്ടും ബോട്ട്ലിങ്ങിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. ബൈ ബൈ.